നമുക്കേ ഒരു അടിപൊളി കുക്കർ മന്തി ഉണ്ടാക്കിയല്ലോ. അതും വളരെ നിസ്സാര സമയം കൊണ്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വാ. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ചെറിയ പീസുകളായി കുക്കറിലിട്ടതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുത്തി കൊടുക്കുക. നമുക്ക് ഈ ചിക്കനിലേക്കുണ്ടല്ലോ കുറച്ച് സ്റ്റാർനൈസ്, ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക് ചേർക്കാവേ. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ഡ്രൈ ലെമൺ, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഒണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 2 മാഗി ക്യൂബ്സ് നന്നായിട്ട് പൊടിച്ച് കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും ജീരകം പൊടിച്ചതും കൂടെയാണ്. ഇതിൽ നമ്മൾ ഒരു കളർ പോലും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ കാശ്മീരി ചില്ലി പൗഡറിൽ നമുക്ക് നല്ല അടിപൊളി കളർ കിട്ടും. പിന്നെ നമുക്ക് ഒരു ടൊമാറ്റോ ഉണ്ടല്ലോ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. നല്ല കളറുള്ള ടൊമാറ്റോ. എന്നിട്ട് ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിരുമിയതിന് ശേഷം കുക്കറിൽ വെച്ച് ഒരു വിസിലടിക്കുന്ന രീതിയിൽ വേവിക്കണേ. എന്നിട്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കാം കേട്ടോ. ഈ ചിക്കൻ കുക്ക് ചെയ്ത ചിക്കൻ കുറച്ച് മസാല ഇട്ട് നമുക്ക് ഒരു പാനിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു മസാല ഉണ്ടാക്കി ഈ ചിക്കൻ ഉണ്ടല്ലോ ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം. ഈ കുക്കറിൽ കുറച്ച് മസാല ബാക്കി വന്നില്ലേ ചിക്കൻ എടുത്തതിന് ശേഷം, ആ മസാലയ്ക്കകത്തേക്കുണ്ടല്ലോ നമ്മൾ എത്ര ആണോ അരി എടുത്തേക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പത്തിന് ശേഷം ഉണ്ടല്ലോ ഒരു അരമണിക്കൂർ കുതിർത്തി വെള്ളം കളഞ്ഞ ബാസ്മതി റൈസ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാതെ. വെള്ളം വറ്റിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ആ ചിക്കൻ ഗ്രില്ല് ചെയ്തില്ലേ അത് നമുക്ക് ഈ റൈസിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചില്ലി ഉണ്ടല്ലോ ചില്ലി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറു തീയിൽ വേവിച്ചെടുക്കാവേ. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കർ തുറക്കുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് റൈസ് ഉടയാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ടൊമാറ്റോ ചട്നിയിലൂടെയും മയോണൈസിലൂടെയും കഴിക്കാവേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക്